നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്കിൽ സ്തംഭിച്ച് രാജ്യം. ട്രേഡ് യൂണിയനുകളും ഫെഡറേഷനുകളും ഉൾപ്പെടെ 30 കോടിയിലധികം പേർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി. ദില്ലിയിൽ ജന്തർ മന്ദറിലും രാജ്യ തലസ്ഥാനത്തെ വ്യവസായ മേഖലകളിലും വൻ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത്. മുദ്രാവാക്യത്തിന്റെ ആരവങ്ങളാൽ പ്രതിഷേധ കടൽ തീർത്ത് അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായത് 30 കോടിയിലധികം പേർ. തൊഴിലാളികൾ, ജീവനക്കാർ, അസംഘടിത മേഖലയിലുള്ളവർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ എന്നിങ്ങനെ എല്ലാ വിഭാഗവും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. രാജ്യ തലസ്ഥാനത്തെ സമരവേദിയായ ജന്തർ മന്ദർ 10ഓളം ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ സംഗമ ഇടമായി മാറി. The CPIM is firmly in support of this strike because we believe it does not only concern workers. It concerns the future of this country. അഖിലേന്ത്യാ പണിമുടക്ക് വൻ വിജയമായി മാറിയെന്നും നരേന്ദ്രമോദി സർക്കാരിനുള്ള താക്കീതാണെന്നും കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ. വിജയകരമായ സമരമാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നത്. നിരവധി സെക്ടർ, ഇലക്ട്രിസിറ്റി സെക്ടർ, കോൾ സെക്ടർ, അതൊക്കെ ടോട്ടൽ സ്ട്രൈക്ക് ആയിരുന്നു അവിടെയൊക്കെ നടന്നത്. ഗാസിയാബാദ്, ഫരീദാബാദ്, നോയിഡ ഉൾപ്പെടെ വ്യവസായ മേഖലകൾ പൂർണ്ണമായും സ്തംഭിച്ചു. ബംഗാൾ, ഒഡീഷ, UP, മഹാരാഷ്ട്ര തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും കർഷക തൊഴിലാളി കൂട്ടായ്മയുടെ കരുത്ത് വിളിച്ചോതുന്നതായി മാറി അഖിലേന്ത്യാ പണിമുടക്ക്. വ്യവസായശാലകൾ പണിമുടക്കിയും തെരുവോരങ്ങൾ പ്രതിഷേധം നടത്തിയും നരേന്ദ്രമോദി സർക്കാരിനെതിരായ തൊഴിലാളി കർഷക വിരുദ്ധ സമരം അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചു. ക്യാമറമാൻ കിരൺ രാജിനൊപ്പം ജന്തർ മന്ദിറിൽ നിന്നും സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.